ആര്യ രാജേന്ദ്രനെതിരെ KSRTC ഡ്രൈവർ യദു നിയമ നടപടിക്ക്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ മേയർക്കെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യം. നാളെ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകും. വിഷ്ണു പി നൽകും വിശദാംശങ്ങൾ. വിഷ്ണു, എന്തൊക്കെയായിരിക്കും ഈ പരാതിയിൽ ആവശ്യപ്പെടുക? നേരത്തെ യദുവിന്റെ ഈ പരാതിയിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ നിയമ നടപടിക്ക് ഒരുങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും യദു പരാതിയിൽ ഉന്നയിക്കുക? യദു കോടതിയിൽ കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. നേരത്തെ തന്നെ കന്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ കമ്മീഷണർക്കും പരാതി നൽകിയിരുന്നു. അവിടുന്ന് കന്റോൺമെൻറ്റ് കമ്മീഷണർ ഓഫീസിൽ നിന്ന് DCP കന്റോൺമെൻറ്റ് ACPയോട് പഠന റിപ്പോർട്ട് തേടിയിരുന്നു. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കേസെടുക്കുക. ഈ ഒരു സാഹചര്യത്തിൽ കേസ് വൈകുന്നൊരു സാഹചര്യത്തിലാണ് യദു കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയതുപോലെ തന്നെ കൃത്യനിർവഹണത്തിൽ തടസ്സപ്പെടുത്തി എന്നുള്ള കാര്യം തന്നെയായിരിക്കും മുന്നോട്ട് വയ്ക്കുക യദു. അതുപോലെ തന്നെ നേരത്തെ തന്നെ യദു പറഞ്ഞിരുന്നു, മതിയായ രീതിയിൽ ഈ പോലീസ് കേസെടുത്തിട്ടില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നുള്ളൊരു വാദം യദു ഉന്നയിച്ചിരുന്നു. വിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത്. മേയർ ആര്യ രാജേന്ദ്രനെതിരെ KSRTC ഡ്രൈവർ യദു നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ മേയർക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പരാതി നൽകുക.